നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എക്സാമിന് ഒന്നോ രണ്ടോ ചോദ്യം, അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും വരാറില്ല. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഒന്നുകിൽ പാർട്ട് ബിയിലാവാം, അല്ലെങ്കിൽ ചില ഇയറിൽ പാർട്ട് സിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ പാർട്ട് ബി അല്ലെങ്കിൽ പാർട്ട് സി, ഏതെങ്കിലും ഒന്നില് നിങ്ങൾക്ക് അരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ബാക്കി ഇപ്പം റിയാക്ഷൻ മെക്കാനിസം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ നെയിം റിയാക്ഷൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ കടല് പോലെ കിടക്കുകയാണ് സാധനം. അപ്പം അതിൽ നിന്ന് നമ്മൾ എല്ലാം കൂടെ പഠിച്ചെത്തുമ്പോൾ എന്താ പറയാ, നമ്മൾ ഇടേണ്ട എഫേർട്ടും നമുക്ക് കിട്ടുന്ന മാർക്കും അത് രണ്ടും തമ്മിൽ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് അതിലൊരു വേരിയേഷൻ കാണും. പക്ഷെ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ മാക്സിമം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് അത്രയും മതി ഈ സംഭവം. ബാക്കിയുള്ളത് പ്രാക്ടീസ് കാര്യങ്ങൾ വെച്ചിട്ട് അത്രയും എഫേർട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് എന്തുകൊണ്ടും എന്താ പറയാ, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് അരോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ വരെ ഈ ഒരു ടോപ്പിക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് മുന്നേ പഠിക്കുന്നതാണ് എന്താ, ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നതാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നുള്ളത്. അപ്പൊ അരോമാറ്റിക് ആവണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ സൈക്ലിക് ആയിരിക്കണം, പ്ലെയിനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം. നമ്മൾ CPC എന്ന് പറയാം. സൈക്ലിക് ആയിരിക്കണം, പ്ലെയിനാർ ആയിരിക്കണം, അതേപോലെ തന്നെ കോൺജുഗേറ്റഡും ആയിരിക്കണം. ഇതാണ് മൂന്ന് കാര്യങ്ങൾ അരോമാറ്റിക് ആവാൻ. ദെൻ അങ്ങനെയുള്ളതില് 4n+2 പൈ ഇലക്ട്രോൺസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. 4n+2 പൈ ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. ദെൻ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഡയാമാഗ്നറ്റിക് ആയിരിക്കോ പാരാമാഗ്നറ്റിക് ആയിരിക്കോ? എന്തായിരിക്കും അതിന്റെ ഒരു മാഗ്നറ്റിക് ബിഹേവിയർ? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, സോ അരോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ദെൻ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ അത് ESR ആക്റ്റീവ് ആയിരിക്കോ ഇനാക്റ്റീവ് ആയിരിക്കോ? ESR എന്ന് വെച്ചാൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, അല്ലെങ്കിൽ EPR എന്ന് പറയും, ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ്. സോ ഇവിടെ ഇതെന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ESR ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പൊ ഒരു കോമ്പൗണ്ട് ESR ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അരോമാറ്റിസിറ്റി വെച്ചിട്ടും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ESR എന്ന് പറയുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ് നമ്മുടെ കോമ്പൗണ്ട് എങ്കിൽ അതെന്തായിരിക്കും, ESR ആക്റ്റീവ് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പെയർഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, ESR ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ 6 മെമ്പേർഡ് ഉള്ള സൈക്ലിക് കോമ്പൗണ്ട് എടുത്തു, വിച്ച് ഇസ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് എടുത്തു, അതേപോലെ തന്നെ 6 മെമ്പേർഡ് ആയിട്ടുള്ള അസൈക്ലിക് കോമ്പൗണ്ടും എടുത്തു. ഓക്കെ, AB, ഏതായിരിക്കും മോർ സ്റ്റേബിൾ? A ആണോ B ആണോ സ്റ്റെബിലിറ്റി വൈസ് മോർ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക? A ആണ് ഇവിടെ എന്തുണ്ടാവുക, സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ
സൈക്ലിക് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അരോമാറ്റിക്കിനായിരിക്കും അസൈക്ലിക് ആയിട്ടുള്ള ഇക്വലന്റ് ഇതിനേക്കാളും എന്തുണ്ടാവുക, സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. രണ്ടിലും 6 മെമ്പേർഡ് ആണ്, 6 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. പക്ഷെ സൈക്ലിക് ആവുന്ന സമയത്ത് അരോമാറ്റിക് ആണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അരോമാറ്റിക്കിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ തന്നെ ഈ ഒരു CpC then 4n+2 pi electrons, ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അരോമാറ്റിസിറ്റിന്റെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അരോമാറ്റിസിറ്റി കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ്, നമുക്ക് ആദ്യം ഞാൻ വിചാരിക്കുന്നത് ബേസിക് കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തിട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യാനാണ്. ഓക്കെ, സോ അരോമാറ്റിസിറ്റി കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ആന്റി അരോമാറ്റിക്. എന്തെങ്കിലും ഡൗട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, ഒരു മടിയും വിചാരിക്കണ്ട. സോ ആന്റി അരോമാറ്റിക്കിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇവിടെ എന്താണ്, സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ആ റൂളിന് അവിടെ വ്യത്യാസം ഒന്നുമില്ല. ആകെ വരുന്നത് 4n pi ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നേരത്തെ നമുക്ക് 4n+2 ആയിരുന്നു, ഇവിടെ വരുന്ന സമയത്ത് 4n pi ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇനി വേറൊരു കാര്യം, ഈ പ്ലേനാർ ആണെന്ന് നമ്മൾ പറയുന്നില്ലേ, അപ്പൊ ചില സിസ്റ്റം കാണുന്ന സമയത്ത് ഇപ്പൊ കാർബൺ അല്ലാത്ത ആറ്റംസ് വരുന്നു, നൈട്രജൻ വരാം, ബോറോൺ വരാം, സൾഫർ, ഓക്സിജൻ, അങ്ങനെ കാർബൺ അല്ലാത്ത ആറ്റംസ് വരുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് അത് പ്ലേനാർ ആണോ അല്ലെങ്കിൽ നോൺ പ്ലേനാർ ആണോ എന്നുള്ളതിൽ സംശയം വരും ചില മോളിക്യൂൾസിന്. അങ്ങനെ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അതിന്റെ ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്താൽ മതി. സോ പ്ലേനാർ ആണെങ്കിൽ അത് ഒബ്വിയസ്ലി sp2 അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഈ സംഭവം തന്നെ നിങ്ങൾക്ക് അരോമാറ്റിക്കിലും ചെയ്യാട്ടോ. sp2 അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അത് പ്ലേനാർ ആയിരിക്കും. ഓക്കെ, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മാത്രം sp3 ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു നൈട്രജൻ ഉണ്ട് വിച്ച് ഇസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, നോൺ പ്ലേനാർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ 4n+2 pi ഇലക്ട്രോൺ ആണ്. ദെൻ എന്തായിരിക്കും മാഗ്നറ്റിക് ബിഹേവിയർ വരിക, ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ, എന്തായിരിക്കും? ആന്റി അരോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതെന്താണ്, പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് വരിക. ഇത് എവിടെയാ യൂസ്ഫുൾ ആവാന്ന് വെച്ചാല് ചില കോമ്പൗണ്ട്സിന്റെ കേസിൽ, ഇപ്പം ചാർജ് ഒക്കെ വരുന്ന സ്പീഷീസിന്റെ കേസിൽ അത് അരോമാറ്റിക് ആണോ ആന്റി ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരിക എന്നുള്ളത് എളുപ്പത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെരിമെന്റ് വഴി അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനലൈസ് ചെയ്യും. സോ അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് ഡയാമാഗ്നറ്റിക് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അരോമാറ്റിക് ആയിട്ടും, പാരാമാഗ്നറ്റിക് ആണ് കാണിക്കുന്നതെങ്കിൽ ആന്റി അരോമാറ്റിക് ആയിട്ടാണ് പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ പാരാമാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ESR എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ESR ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ നേരത്തേതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സൈക്ലിക് സിസ്റ്റം എടുത്തു, അതേപോലെ തന്നെ അസൈക്ലിക് ആയിട്ടുള്ള ഇക്വലന്റ് എടുത്തു. A ഉണ്ട്, B ഉണ്ട്. ഏതായിരിക്കും മോർ സ്റ്റേബിൾ? A ആണോ B ആണോ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു അരോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ആണ് അസൈക്ലിക് ഇക്വലന്റിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന്. പക്ഷെ ആന്റി അരോമാറ്റിക്കിന്റെ കേസ് വരുന്ന സമയത്ത് അസൈക്ലിക് സിസ്റ്റം ആണ് ആന്റി അരോമാറ്റിക്കിനേക്കാളും മോർ സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ആ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കും. ക്ലിയർ അല്ലേ?
ഇനി ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത കാറ്റഗറിയാണ് നോൺ അരോമാറ്റിക്. നമ്മൾ അരോമാറ്റിക് പറഞ്ഞു, ആന്റി അരോമാറ്റിക് പറഞ്ഞു. നൗ നമ്മൾ നോൺ അരോമാറ്റിക്കിലേക്ക് എത്തുകയാണ്. നോൺ അരോമാറ്റിക്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ സൈക്ലിക് ആണോ പ്ലേനാർ ആണോ ഇതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. അവിടെ sp3 ഹൈബ്രിഡൈസേഷനിലുള്ള ആറ്റംസ് ഉണ്ടോ? sp3 ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒബ്വിയസ്ലി നോൺ പ്ലേനാർ ആയിരിക്കും. നോൺ പ്ലേനാർ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നോൺ അരോമാറ്റിക്കിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സൈക്ലോപെന്റാഡൈൻ. ഈ ഒരു മോളിക്യൂള് അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ? ഏത് കാറ്റഗറിയിലാണ് വരിക? ഇവിടെ ഈ ഒരു കാർബൺ sp3 കാർബൺ ആണ്. ഓക്കെ, ഈ ഒരു കാർബൺ എന്താണ്? sp3 കാർബൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? നോൺ അരോമാറ്റിക് ആണ്, ആന്റി അരോമാറ്റിക് അല്ല. ആന്റി അരോമാറ്റിക് ആവണമെങ്കിൽ അത് എന്താവണമായിരുന്നു? പ്ലേനാർ ആവണമായിരുന്നു. sp3 കാർബൺ വന്നതോടുകൂടി ആ ഒരു പ്ലേനാരിറ്റി അങ്ങോട്ട് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു മോളിക്യൂൾ, രണ്ടാമത്തെ മോളിക്യൂൾ, ഇത് അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ? കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ മൂന്നെണ്ണമാണ്: അരോമാറ്റിക്, ആന്റി അരോമാറ്റിക്, നോൺ അരോമാറ്റിക്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരിക? ഫസ്റ്റ് നമ്മൾ നോക്കുന്നു സൈക്ലിക് സിസ്റ്റം ആണ്, അതെ. പ്ലേനാർ ആണോ? അതെ. ദെൻ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടോ? എത്ര പൈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്? 2, 4, ദെൻ 6. സോ 6 പൈ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? അരോമാറ്റിക് ആണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ചാർജിന് പകരം പോസിറ്റീവ് ചാർജ് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ 4n പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4n പൈ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ആന്റി അരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി നോൺ അരോമാറ്റിക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരാളെന്ന് പറയുന്നത് എപ്പോഴും CSIR നെറ്റിന് മാത്രമല്ല പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന ഒരാളാണ് സൈക്ലോ ഒക്ടാടെട്രൈൻ, COT എന്ന് നമ്മൾ പറയും. സൈക്ലോ ഒക്ടാടെട്രൈൻ. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? പ്ലേനാർ ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് നോൺ പ്ലേനാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതിനിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ടബ് ലൈക്ക് സ്ട്രക്ചർ ആണ് വരിക. എന്റെ ഡ്രോയിങ്സ് ഒക്കെ വളരെ അബദ്ധമാണ്, പക്ഷെ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതുപോലെ ഒരു ടബ് പോലെയുള്ള ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് ഇതിന് വരുന്നത്. ഓക്കെ, സോ നോൺ പ്ലേനാർ ആയതുകൊണ്ട് തന്നെ ഇത് നോൺ അരോമാറ്റിക് സിസ്റ്റത്തിലേക്കാണ് വരിക. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ തരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും പ്ലേനാർ സിസ്റ്റം ആണ്. പ്ലേനാർ ആണ്, നോക്കുമ്പോൾ സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 4n ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഒബിയസ്ലി ആന്റി അരോമാറ്റിക് ആണെന്ന് പറയും.
പക്ഷെ ഇത് ആന്റി അരോമാറ്റിക് അല്ല, പകരം നോൺ അരോമാറ്റിക് ആണ്. ബിക്കോസ് ഇതൊരു നോൺ പ്ലേനാർ സ്ട്രക്ചർ ആണ്. ആ ഒരു സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്തൊരു കാറ്റഗറി കൂടെ ഉണ്ട്, വിച്ച് ഈസ് ഹോമോ അരോമാറ്റിക്. sp3 നോക്കണ്ടല്ലേ? എവിടെ? CO2യിൽ sp3 കാർബൺ ഇല്ല. സൈക്ലോ ഒക്ടാടെട്രൈനിൽ വരുന്ന സമയത്ത് എല്ലാം sp2 കാർബൺസ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ എക്സ്പെരിമെന്റലി നോക്കുന്ന സമയത്ത് ടബ് ഷേപ്പിലാണ് നിൽക്കുന്നത്. നോൺ അരോമാറ്റിക്കിൽ sp3. നോൺ അരോമാറ്റിക്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വിച്ച് ഇസ് നോൺ പ്ലേനാർ ആയിരിക്കണം. അത് കണ്ടീഷൻ ആയിട്ടല്ല, അരോമാറ്റിക്കും ആന്റി അരോമാറ്റിക്കും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നോൺ അരോമാറ്റിക്കിലാണ് സ്വാഭാവികമായിട്ടും വരാറുള്ളത്. ഓക്കെ, ഇപ്പൊ നോൺ അരോമാറ്റിക് ആവണമെങ്കിൽ മെയിൻ ആയിട്ട് നോർമൽ കേസസിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അത് നോൺ അരോമാറ്റിക് ആയിരിക്കും. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതിന് എക്സ്പെരിമെന്റൽ സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ടബ് ഷേപ്പിലാന്ന് പറയുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതാണ് ഹോമോ അരോമാറ്റിക്. ഹോമോ അരോമാറ്റിക് എന്ന് വെച്ചാൽ അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാ ആന്റി അരോമാറ്റിക്കോ നോൺ അരോമാറ്റിക് ആണോ ആ ഒരു കാറ്റഗറിയിലും അല്ല വരെ. ഓക്കെ, വിച്ച് ഈസ് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. CO2ന്റെ സ്ട്രക്ചർ എടുക്കുന്നു, ബട്ട് നൗ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇത്രയും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഡീലോക്കലൈസ്ഡ് ആവും. ഈ ഒരു കാർബൺ മാത്രം sp3 ആണ്. ഓക്കെ, സോ ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഒരു സ്ട്രക്ചർ ആണ് ഇത് ഫോളോ ചെയ്യുക. ലൈക്ക് ഈ ഒരു sp3 കാർബൺ മാത്രം ആ പ്ലെയിനിന് എബോ ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഡീലോക്കലൈസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കാർബൺ മാത്രം sp3 ആണ് എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോ അരോമാറ്റിക് എന്ന് പറയുന്നത്. ഹോമോ അരോമാറ്റിക്. ഓക്കെ, നോർമലി ചില എക്സാംസിന് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ എന്താ പറയാ ഹോമോ അരോമാറ്റിക്ന് സ്പെഷ്യൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഹോമോ അരോമാറ്റിക് ആണ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത കേസസിൽ നിങ്ങൾക്ക് അരോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് തന്നെ ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ എന്താ ഹോമോ അരോമാറ്റിക് എന്നുള്ളത്? അടുത്തൊരു കാറ്റഗറി ആണ് ക്വാസി അരോമാറ്റിക്. ക്വാസി അരോമാറ്റിക്. ക്വാസി അരോമാറ്റിക് അധികവും അയോണിക് കോമ്പൗണ്ട്സിലാണ് നമ്മൾ കാണുക. ലൈക്ക് ഇപ്പോ ഈ ഒരു കോമ്പൗണ്ട്. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് അരോമാറ്റിസിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചറിൽ അത് ഈ ഒരു ഫോർമാറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിംഗ് ഇല്ലേ, ഈ റിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, ദെൻ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതെന്തായി മാറി? അരോമാറ്റിക് ആയിട്ട് മാറി. സോ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് ലൈക്ക് അയോണിക് ക്യാരക്ടർ കാണിക്കുന്ന സമയത്ത് അരോമാറ്റിക് സ്വഭാവമാണ് അത് വരുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്വാസി അരോമാറ്റിക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഹോമോ അരോമാറ്റിക്കും ക്വാസി അരോമാറ്റിക്കും ഇതൊക്കെ
ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ ഒരു സ്പെസിഫിക് ടേം അതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അരോമാറ്റിക്ന് മാത്രമാണ് കൊടുത്തതെന്ന് വെച്ചാൽ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആവും എങ്ങനെയാ വരുന്നത് കാര്യങ്ങളൊക്കെ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. നിങ്ങൾ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ അല്ലെങ്കിൽ നോൺ അരോമാറ്റിക് ആണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഫസ്റ്റ് നമുക്ക് 3-membered റിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എക്സാമ്പിൾ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ? സൈക്ലോപ്രോപ്പീൻ അല്ലെങ്കിൽ സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ. ആദ്യം നമ്മൾ നോക്കുന്നു സൈക്ലിക് ആണോ? സൈക്ലിക് ആണ്. ഓക്കെ, ദെൻ കോൺജുഗേറ്റഡ് ആണോ? കോൺജുഗേറ്റഡ് ആണ്. പ്ലേനാർ ആണ്, കാരണം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒന്നും നമ്മൾ കാണുന്നില്ല. സോ പ്ലേനാർ ആണെന്ന് കിട്ടി. ദെൻ 4n+2 പൈ ഇലക്ട്രോൺസ് ആണോ 4n പൈ ഇലക്ട്രോൺസ് ആണോ? സോ ഇവിടെ 4n+2 ആണ്. എന്നിന്റെ വാല്യൂ 0 കൊടുത്തു നോക്കൂ. ഇവിടെ 2 പൈ ഇലക്ട്രോൺസ് അല്ലേ നമുക്കുള്ളത്. സോ 4n+2 പൈ ഇലക്ട്രോണിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലെറ്റ്സ് സേ ഇവിടെ പോസിറ്റീവ് ചാർജിന് പകരം നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. ആനയോൺ ആണ്, സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ. അങ്ങനെയാണെങ്കിൽ അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ? ഇപ്പോഴും ഇതെന്താണ്? സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ആകെ വ്യത്യാസം ഇലക്ട്രോൺ കൗണ്ടിലാണ്. ഇവിടെ നമുക്ക് ഇപ്പൊ 4 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. സോ അതെന്തിലായിരിക്കും വരിക? 4n പൈ സിസ്റ്റത്തിലല്ലേ വരിക. സോ 4n പൈ സിസ്റ്റം ആണെങ്കിൽ അത് ആന്റി അരോമാറ്റിക് ആയിരിക്കും. ആന്റി അരോമാറ്റിക് സിസ്റ്റം ആണ് വരിക. ദെൻ സൈക്ലോപ്രൊപ്പീൻ ആണെങ്കിലോ? അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ? ഇപ്പൊ ഇത് നോൺ അരോമാറ്റിക്കിലാ വരിക. കാരണം ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് sp3 കാർബൺ ആണ്. സോ sp3 ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? നോൺ പ്ലേനാർ ആണ് കാണിക്കുക. നോൺ പ്ലേനാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാം അത് നോൺ അരോമാറ്റിക് ആണ് വരിക. നോൺ അരോമാറ്റിക്. ദെൻ എത്ര എണ്ണം? നമ്മൾ 3 അല്ലേ എഴുതിയേക്കുന്നത്? നാലാമത്തത്. സപ്പോസ് ഇവിടെ കാർബൺ ആറ്റത്തിന് പകരം ഞാൻ ഒരു ബോറോൺ ആറ്റം കൊടുത്തു. ഇപ്പൊ ഇത് അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ? സൈക്ലിക് ആണോ എന്ന് നോക്കുക, പ്ലേനാർ ആണോ എന്ന് നോക്കുക, കോൺജുഗേറ്റഡ് ആണോ എന്ന് നോക്കുക. ഇവിടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? നമുക്ക് പ്ലെനാരിറ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ബോറോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. നമ്മൾ BH3 ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് ബോറോൺ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, പ്ലേനാർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സിമിലർലി ഇവിടെ എന്താണ്? ബോറോൺ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് മാറി? പ്ലേനാർ ആയിട്ട് മാറി. അപ്പൊ പ്ലെനാരിറ്റിയിൽ പ്രശ്നമില്ല. സൈക്ലിക് ആണെന്ന് കിട്ടി, പ്ലേനാർ ആണെന്ന് കിട്ടി. ദെൻ കോൺജുഗേറ്റഡ് ആണോ? അതാണ് അടുത്ത ചോദ്യം. ഇപ്പൊ കോൺജുഗേറ്റഡ് ആവണമെങ്കിൽ ഒന്നുകിൽ എന്ത് വേണം? ഇവിടെ പോസിറ്റീവ് ചാർജ് വേണം. അല്ലെങ്കിൽ എന്ത് വേണം?
ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതുമില്ല. അതും അല്ലെങ്കിൽ എന്ത് വേണം? വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽ വേണം. സോ sp2 ആയതുകൊണ്ട് തന്നെ ബോറോണിൽ എന്തുണ്ട്? വേക്കന്റ് ഓർബിറ്റൽ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള p ഓർബിറ്റൽസ് ഉണ്ടാവും. സോ അവിടെ കോൺജുഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ കോൺജുഗേറ്റഡ് ആണെന്ന് കിട്ടി. സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4n ആണോ 4n+2 ആണോ എന്നാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ബോറോൺ ഇവിടെ ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഒരു നെഗറ്റീവ് ചാർജ് വേണം, അല്ലെങ്കിൽ ലോൺ പെയർ വേണം. ബോറോണിൽ ഇത് രണ്ടും ഇല്ല. അപ്പൊ അതിന് ഇലക്ട്രോൺസിനെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ 2 പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, വിച്ച് ഇസ് 4n+2 സിസ്റ്റം. 4n+2 സിസ്റ്റം ആണെങ്കിൽ അതെന്തായിരിക്കും? അരോമാറ്റിക് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. ഞാൻ ഇവിടെ ബോറോണിന് പകരം നൈട്രജൻ കൊടുത്തു. സെയിം സിസ്റ്റം, പക്ഷെ ഞാൻ ബോറോണിന് പകരം നൈട്രജനും കൊടുത്തു. ഞാൻ വരയ്ക്കുന്ന ഒന്നും അത്ര ക്ലിയർ ആവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ഒരു മോളിക്യൂള്, 5ാമത്തെ മോളിക്യൂള് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ ഇനി നോൺ അരോമാറ്റിക് ആണോ? കോൺജുഗേറ്റഡ് കേസ് ഒന്നുകൂടെ പറയാമോ? ഓഫ് കോഴ്സ്. നമ്മൾ നേരത്തെ ഒക്കെ ഇപ്പോ ഈ ഒരു 1ാമത്തെ ചോദ്യം നോക്കാം. 1ാമത്തെ ചോദ്യത്തിൽ നമ്മൾ കോൺജുഗേറ്റഡ് ആണെന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടല്ലേ നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3ാമത്തെ കേസിൽ ഇവിടെ കോൺജുഗേഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതെന്തുകൊണ്ടാ? ഇവിടെ പ്ലേനാർ അല്ല. അപ്പൊ അതിന് ഇലക്ട്രോണിന് ആ ഒരു ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ കേസ് വരുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം? ഇവിടെ ഒരു p ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെ ഒരു p ഓർബിറ്റൽ ഉണ്ട്. p ഓർബിറ്റലൊക്കെ പോയി. ഓക്കെ, ഇതുപോലെ ഒരു p ഓർബിറ്റൽ ഉണ്ട്. സോ ഈ ഇലക്ട്രോൺസിന് p ഓർബിറ്റലുമായിട്ട് കോൺജുഗേഷൻ, ഇതൊക്കെ ഒരു പ്ലെയിനിൽ വരും. ആക്ച്വലി ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താ? 2 p ഓർബിറ്റൽ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പൈ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോറോണിലും എന്ത് വന്നു? ഒരു p ഓർബിറ്റൽ വന്നു. സോ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? കോൺജുഗേറ്റ് ചെയ്ത് ഡീലോക്കലൈസ് ഇലക്ട്രോണിന് ഈ 3 ആറ്റം, ഈ 3 സെന്റേഴ്സിലും ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഡീലോക്കലൈസേഷൻ വരുന്നത്. ഓക്കെ, സോ ഡീലോക്കലൈസേഷൻ വരണമെങ്കിൽ നോർമൽ കേസുള്ളതിന് പകരം ഒന്നുകിൽ വേക്കന്റ് ആയിട്ടുള്ള p ഓർബിറ്റൽസ് വേണം. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ മാത്രമേ ഡീലോക്കലൈസേഷൻ വരൂ. ഓക്കെ, അങ്ങനെയാണ് ഇത് കോൺജുഗേറ്റഡ് ആവുന്നത് ഈ സിസ്റ്റം. ബോറോൺ വരുന്ന കേസ് നിങ്ങൾ ഓർത്ത് വെക്കുക, അത് മിക്ക സിസ്റ്റത്തിലും കോൺജുഗേറ്റഡ് ആയിരിക്കും. കാരണം ബോറോണിന് ഒരുവിധപ്പെട്ട എല്ലാ കേസസിലും എക്സെപ്ഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, ഒരുവിധപ്പെട്ട കേസസിലൊക്കെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ ഉണ്ടാവും. ആ p ഓർബിറ്റലിലേക്ക് ഈ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 5ാമത്തെ സിസ്റ്റം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. 5ാമത്തെ സിസ്റ്റം നോക്കൂ. 5ാമത്തെ സിസ്റ്റം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ബോറോണിന് പകരം നൈട്രജൻ വന്നു. നൈട്രജൻ വരുന്ന സമയത്ത് നൈട്രജൻ ഇവിടെ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട് അല്ലേ? നൈട്രജൻ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. നമ്മൾ അമോണിയന്റെ ഒക്കെ കേസ് പഠിച്ചിട്ടില്ല. അപ്പൊ നൈട്രജന് അവിടെ എന്ത്? ലോൺ പെയർ വന്നു. സോ ഈ ലോൺ പെയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഈ നൈട്രജൻ ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. sp2 ആയതുകൊണ്ട് തന്നെ അതെന്തായി മാറി? പ്ലേനാർ ആയിരിക്കും. പ്ലേനാരിറ്റിയിൽ പ്രശ്നമില്ല. അപ്പൊ സൈക്ലിക് ആണെന്ന് വന്നു, പ്ലേനാർ ആണെന്ന് വന്നു. നൗ കോൺജുഗേറ്റഡ് ആണോ? അല്ലേ? കോൺജുഗേഷൻ പ്രസന്റ് ആണ്.
ഇനി നമ്മൾ നോക്കേണ്ടത് ഫോറൻ ആണോ ഫോറൻ പ്ലസ് ടു ആണോ എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൈ ബോണ്ട്, അതേപോലെ തന്നെ ഒരു ലോൺ പെയർ. ടോട്ടൽ നമുക്ക് 4 പൈ ഇലക്ട്രോൺസ് ആണ് വന്നിട്ടുള്ളത്. 4 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നു? ആന്റി അരോമാറ്റിക് ആണ്. ഓക്കെ ആണോ? ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ആന്റി അരോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഇനി ഇതൊന്നും ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എല്ലാം കൂടെ ട്രിക്കും ഈ തിയറിയും ഒക്കെ കൂടെ പഠിച്ചിട്ട് അവസാനം കൺഫ്യൂസ്ഡ് ആവരുത്. അതും കൂടെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. സോ നമ്മള് സിസ്റ്റത്തില് നമ്പർ ഓഫ് പൈ ബോൺസും പ്ലസ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ, ഈ ഒരു സം എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? അരോമാറ്റിക് ആയിരിക്കും. ഈവൺ ആണെങ്കിൽ അത് ആന്റി അരോമാറ്റിക്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതുപോലെയാണ് പഠിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു സംഭവം തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. എത്ര? 5 നമ്മൾ ചെയ്ത 6ാമത്തെ ചോദ്യം. ഈ ഒരു സിസ്റ്റം അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ? നമ്മൾ ബോറോൺ ഉള്ള സിസ്റ്റം തൊട്ട് മുന്നേയും ചെയ്തു. ഇവിടെ എന്താണ് വരിക? നിങ്ങൾ ചെയ്തു നോക്കൂ. എല്ലാവരും ചെയ്തു നോക്കണേ. നിങ്ങൾ സമയം എടുത്ത് ചെയ്തോ, പക്ഷെ ചെയ്തു നോക്കണം. ഫസ്റ്റ് പോയിന്റ് സൈക്ലിക് ആണോ അത് ചെക്ക് ചെയ്യുക. ദെൻ പ്ലേനാർ ആണോ, കോഞ്ചുഗേറ്റഡ് ആണോ. ഇത് 3 കണ്ടീഷനും ആണെങ്കിൽ 4n+2 സിസ്റ്റം ആണോ 4n സിസ്റ്റം ആണോ? ഇത് ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സൈക്ലിക് സിസ്റ്റം ആണ്, അതിൽ പ്രശ്നമില്ല. ദെൻ അടുത്തത് പ്ലേനാർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേനാരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ മതി. ഇവിടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp2 ആണ്. sp2 ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് മാറി? പ്ലേനാർ ആയിട്ട് മാറി. ദെൻ കോഞ്ചുഗേറ്റഡ് ആണോ? ഞാൻ നേരത്തെയും പറഞ്ഞു ബോറോൺ വരുന്ന സമയത്ത് അവിടെ കോഞ്ചുഗേഷൻ പോസിബിൾ ആണ്. ബിക്കോസ് അവിടെ ഒരു എന്താ പറയാ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള വേക്കന്റ് ആയിട്ടുള്ള p ഓർബിറ്റൽ ഉണ്ട്. സോ ഇത് കോഞ്ചുഗേറ്റഡ് ആണ്. ദെൻ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2, അതേപോലെ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. 4 പൈ ഇലക്ട്രോൺസ്. 4 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 4n സിസ്റ്റം ആണ് വരിക. 4n സിസ്റ്റം എന്ന് പറയുമ്പോൾ ആന്റി അരോമാറ്റിക്. ആന്റി അരോമാറ്റിക് ആണ് വരിക. ഓക്കെ ആണോ? അടുത്തൊരു ചോദ്യം ചെയ്താലോ? എഗെയിൻ ബോറോൺ തന്നെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ഒരു സിസ്റ്റം അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക്?
നോൺ ആരോമാറ്റിക് ആണ് വരിക. കാരണം ഈ ഒരു കാർബൺ എന്താണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി? നോൺ ആരോമാറ്റിക് ആണ്. ഓക്കെ. അപ്പൊ ക്ലിയർ ആണോ എങ്ങനെയാണ് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്? എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ നേരത്തെ ക്വാസി അരോമാറ്റിക് സിസ്റ്റംസ് പറഞ്ഞു. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് സൈക്ലിക് കീറ്റോൺസ് ആണ്. ലൈക്ക് ഈ ഒരു സിസ്റ്റം, ഇതാണ് സൈക്ലിക് കീറ്റോൺസ് എന്ന് പറയും. അപ്പൊ സൈക്ലിക് കീറ്റോൺസ് ക്വാസി അരോമാറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരും. ദെൻ അത് കഴിഞ്ഞാൽ അടുത്തൊരു ഇതെന്ന് പറയുന്നത് അസുലിൻ ആണ്. അസുലിൻ. അപ്പൊ അസുലിൻ എന്ന് പറയുന്നത് ഒരു 5 മെമ്പേർഡ് റിങ്ങും അതേപോലെ തന്നെ ഇതാണ് അസുലിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. കറക്റ്റ് അല്ലേ? ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട്. അതെ. സോ ഇതാണ് അസുലിന്റെ സ്ട്രക്ചർ. സോ അസുലിനും ക്വാസി അരോമാറ്റിക്കിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ അതിൽ തേർഡ് കാറ്റഗറിയാണ് ഫ്യൂസ്ഡ് റിങ്സ്. ഈ ഫ്യൂസ്ഡ് റിങ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് അപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. ഫ്യൂസ്ഡ് റിങ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് റിങ് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ട് സൈക്ലോപ്രൊപ്പൈൻ റിങ് ഫ്യൂസ് ചെയ്യും. ഈ ഒരു സിസ്റ്റം, ഇതിനെയാണ് നമ്മൾ ഫ്യൂസ്ഡ് റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ്, അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ എന്നുള്ളതാണ്. ഫ്യൂസ്ഡ് റിങ്ങിനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, ഒന്നുകിൽ ഇത് അരോമാറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ നോൺ അരോമാറ്റിക് ആയിരിക്കും. ഒരിക്കലും നമ്മൾ ഫ്യൂസ്ഡ് റിങ്ങിൽ ആന്റി അരോമാറ്റിക്കിന്റെ കേസ് പറയാറില്ല. ഒന്നുകിൽ അരോമാറ്റിക് ആയിരിക്കും, ഇനി അരോമാറ്റിക് അല്ലെങ്കിൽ അത് നോൺ അരോമാറ്റിക് ആയിരിക്കും. ആന്റി അരോമാറ്റിക് വരാറില്ല. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ പറയാന്ന് വെച്ചാൽ, ഈ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ഈ ഡബിൾ ബോണ്ടിനെ നമ്മൾ ആദ്യം തന്നെ അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു എൻഡിൽ പോസിറ്റീവും മറ്റേ എൻഡിൽ എനിക്ക് എന്ത് കിട്ടും? നെഗറ്റീവും കിട്ടും. ഓക്കെ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ എനിക്ക് നെഗറ്റീവും കിട്ടും. ഒരു പോസിറ്റീവും നെഗറ്റീവും ചേരുമ്പോഴല്ലേ ഒരു ബോണ്ട് ആയിട്ട് വരുന്നത്. ഞാൻ ഇത് ഇങ്ങനെ അയണൈസ് ചെയ്തു. ഓക്കെ. സോ എന്നിട്ട് എനിക്ക് കിട്ടുന്ന രണ്ട് റിങ്, ഇവിടെ രണ്ട് റിങ് ഉണ്ട്. ഒന്ന് ഈ ഒരു ഇതും സിസ്റ്റവും, അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആദ്യത്തെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതെന്താ, സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ ആണ്. സോ സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ എന്ന് പറയുന്ന സമയത്ത് അതെന്തായിരിക്കും? സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, രണ്ട് പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഇത് അരോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ആണ് അല്ലേ? അരോമാറ്റിക് ആണ്. ദെൻ ഇവിടെ വരുന്ന സമയത്ത് സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ. ആനയോണിൽ സൈക്ലിക് പ്ലേനാർ കോൺജുഗേറ്റഡ് അത് ഫോളോ ചെയ്തു. ദെൻ 4n ആണോ 4n+2 ആണോ എന്ന് ചോദിക്കുമ്പോൾ 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 4 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 4n സിസ്റ്റം. സോ ഇതെന്താണ്? ആന്റി അരോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ. സോ ഒരു റിങ് എനിക്ക് അരോമാറ്റിക് എന്ന് കിട്ടി, അടുത്ത റിങ് ആന്റി അരോമാറ്റിക് എന്ന് കിട്ടി. സോ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും? ആ സിസ്റ്റം നമ്മൾ നോൺ അരോമാറ്റിക് ആയിട്ടാണ് പറയുന്നത്. നോൺ അരോമാറ്റിക്. ഓക്കെ. ഒരു എക്സാമ്പിളും കൂടെ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പോ ഞാനൊരു സൈക്ലോപ്രൊപ്പീനും അതേപോലെ തന്നെ സൈക്ലോപെന്റാഡൈനും എടുത്തു. ഈ ഒരു സിസ്റ്റം എടുത്തു.
ഈ ഒരു സിസ്റ്റം എടുക്കുന്ന സമയത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അയണൈസ് ചെയ്യാം. അപ്പൊ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയണൈസ് ചെയ്യുന്നു, ഒരു എൻഡിൽ പോസിറ്റീവും മറ്റേ എൻഡിൽ എന്ത് കിട്ടും, നെഗറ്റീവും കിട്ടും. ഇവിടെ പോസിറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ് വന്നു, ഡബിൾ ബോണ്ട് ഉണ്ട്. എന്നിട്ട് നമ്മൾ രണ്ട് റിങ്ങും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതൊരു റിംഗ് ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്തു. അതേപോലെ അടുത്തൊരു റിങ്ങും, ഈ ഒരു റിങ്ങും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ റിങ്, ഈ റിങ് നോക്കൂ, ഇത് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ? ഏത് സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്? അരോമാറ്റിക് ആണ്, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു, ഇത് അരോമാറ്റിക് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് റിങ്ങോ, ഈ ഒരു സിസ്റ്റം സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ, ഇതും അരോമാറ്റിക് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ രണ്ട് സിസ്റ്റവും അരോമാറ്റിക് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ടോട്ടൽ ഈ ഒരു ഫ്യൂസ്ഡ് സിസ്റ്റം അതെന്താണെന്ന് പറയാം, അരോമാറ്റിക് ആണെന്ന് പറയാം. ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഫ്യൂസ്ഡ് റിംഗ് ആണ് വരുന്നതെങ്കിൽ രണ്ടിനെയും നമ്മൾ ആദ്യം അയണൈസ് ചെയ്യുക, രണ്ടിനെയും സെപ്പറേറ്റ് സിസ്റ്റം ആയിട്ട് നോക്കുക. രണ്ടും അരോമാറ്റിക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മാത്രം ആ ഒരു മോളിക്യൂൾ അരോമാറ്റിക് ആണെന്ന് പറയും. ഇനി ഒന്ന് അരോമാറ്റിക്കും ഒന്ന് ആന്റി അരോമാറ്റിക്കും ആണ് കിട്ടുന്നതെങ്കിൽ അത് നോൺ അരോമാറ്റിക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ കാര്യങ്ങള്? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, കാണുന്നുണ്ടോ? ഇത് CSIR ജൂൺ 2015 ചോദിച്ചിട്ടുള്ളതാണ്, 2015 ജൂണില്. The compound that gives precipitate on warming with aqueous AgNO3 is. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അരോമാറ്റിസിറ്റി ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് അരോമാറ്റിസിറ്റി ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു കോമ്പൗണ്ട്, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, ഇപ്പോ അതിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. Okay? ഇത് രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് AgBr പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഒരു ബ്രോമോ കോമ്പൗണ്ട് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് AgBr അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബ്രോമിനെ വിട്ടുകൊടുക്കണമല്ലോ, Br മൈനസ് ആയിട്ട് ഇത് പോകണ്ടേ. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പാരന്റ്, ഈ ഒരു മോളിക്യൂളിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരും. അങ്ങനെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ബ്രോമിനെ റിലീസ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ആദ്യത്തത് ബെൻസീൻ അല്ലേ, ബെൻസീൻ എന്ത് ചെയ്തു, Br മൈനസിനെ റിലീസ് ചെയ്തു വിചാരിക്കും. അപ്പൊ എനിക്ക് കിട്ടുന്നത് ആക്ച്വൽ മെക്കാനിസം എങ്ങനെയല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. Br മൈനസ് പോവുകയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് വന്നു, ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഓക്കെ, സിമിലർലി ഈ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ Br മൈനസ് പോയി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജ് വന്നു. സോ ഉണ്ടായിട്ടുള്ള കാറ്റയോൺസിൽ 4 കാറ്റയോൺസ് ആണല്ലോ നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ മോസ്റ്റ് സ്റ്റേബിൾ കാറ്റയോൺ ഏതാണോ ആ കാറ്റയോൺ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ബ്രോമിനെ റിലീസ് ചെയ്യുകയും ഏറ്റവും പെട്ടെന്ന് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുതൽ ഇതിൽ ഏതിനാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ ഓക്കെ, ഒന്നാമത്തെ അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തേത് എടുത്തു നോക്കൂ, രണ്ടാമത്തെ ഈ ഒരു കോമ്പൗണ്ട് എടുത്തു നോക്കുക. ഇത് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ?
അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ? ആന്റി അരോമാറ്റിക് ആണല്ലേ? ആന്റി അരോമാറ്റിക് ആണ് വരുന്നത്. സോ ഓൾറെഡി ഈ ഒരു സിസ്റ്റം അത് ആന്റി അരോമാറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെയും അൺസ്റ്റേബിൾ ആവുകയല്ലേ ചെയ്യുക. ആന്റി അരോമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് കറസ്പോണ്ട് ഇക്വലന്റ് ആയിട്ടുള്ളതിനേക്കാളും സ്റ്റെബിലിറ്റി കുറവാണ് ആർക്ക്, ആന്റി അരോമാറ്റിക്കിന്. സോ ഇതൊരിക്കലും ആ ഒരു പ്രസിപ്പിറ്റേറ്റ് തരില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കൂ. അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ? അരോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അരോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത് സ്റ്റേബിൾ ആണ്. ഇവിടെ കാർബോകാറ്റയോൺ എന്താ, ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർബോകാറ്റയോൺസ് കൂടുതൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഒബിയസ്ലി ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്കിവിടെ പ്രസിപ്പിറ്റേറ്റ് തരുന്നുണ്ടാവുക. ഇനി എന്തുകൊണ്ട് ഒന്നും നാലും നമ്മൾ ആൻസർ ആയിട്ട് പറഞ്ഞില്ല? നോക്കൂ, ഇവിടെ ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് sp2 കാർബൺ ആണ്. ഓക്കെ, sp2 കാർബൺ. അതേപോലെ ഈ ഒരു കാർബൺ എന്താണ്, sp2 കാർബൺ ആണ്. സോ sp2 കാർബണിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ അത് വീണ്ടും എന്താണ്, അൺസ്റ്റേബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒന്നും നാലും അവിടെ ആൻസർ ആയിട്ട് വരാത്തത്. ഓക്കെ, സോ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇത് റീസെന്റ് ആയിട്ട് 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഹക്കിൾസ് റൂൾ രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് അരോമാറ്റിക്, ഏതാണ് ആന്റി അരോമാറ്റിക് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, എന്നിട്ട് ആൻസർ പറയൂ. ആദ്യം എൻ ചെയ്യൂ. ഈ ഒരു കോമ്പൗണ്ട് ചെയ്തിട്ട് പറയൂ, അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ? നോൺ അരോമാറ്റിക് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ നടക്കുക. ഓക്കെ, സോ എന്നിന്റെ കാര്യത്തിൽ ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് സംശയം വരാനൊന്നുമില്ല. കാരണം അത് സൈക്ലിക് ആണ്, പ്ലേനാർ ആണ്, ദെൻ കോഞ്ചുഗേറ്റഡ് ആണ്. ബോറോണിൽ ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല. ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ 4n+2 സിസ്റ്റം. സോ ഇതെന്താണ്, അരോമാറ്റിക് ആണ്. സോ എൻ എന്ന് പറയുന്നത് എന്താ, അരോമാറ്റിക് ആണ്. ആദ്യത്തേല് എൻ ആന്റി അരോമാറ്റിക്, അതെന്ത് ചെയ്തു, ഒഴിവാക്കി. ആ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞു. ദെൻ അടുത്തത് ഇവിടെ എൻ ഈസ് ആന്റി അരോമാറ്റിക്, അതും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എമ്മിന്റെ കാര്യത്തിൽ ചിലർക്ക് കൺഫ്യൂഷൻ വരാം. ഇവിടെ ഈ എമ്മില് ഈ നൈട്രജന്റെ ലോൺ പെയറും ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. നൈട്രജന്റെ ലോൺ പെയറും ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അരോമാറ്റിക് ആണോ, നോൺ ആന്റി അരോമാറ്റിക് ആണോ?
അരോമാറ്റിക് ആണ് വരിക. കാരണം 2, 4, 6, 8 ദെൻ നൈട്രജനിൽ 2 ഇലക്ട്രോൺ 10 ടോട്ടൽ 10 ഇലക്ട്രോൺസ് വന്നു. അപ്പൊ അത് അരോമാറ്റിക് സിസ്റ്റത്തിലേക്കാണ് വരിക. സോ ബോത്ത് M and N are aromatic. ഓക്കെ, ഒരു ഡൗട്ട് ചെയ്യട്ടെ. പറഞ്ഞോളൂ. ഇതിലിപ്പോ നമ്മൾ നൈട്രജന്റെ ലോൺ പെയർ എടുക്കുമ്പോൾ അത് sp3 ആവൂലേ? ഈ ഒരു മോളിക്യൂളില് അത് എന്താ പറയാ, യൂഷ്വലി നമ്മൾ sp3 നൈട്രജന്റെ ലോൺ പെയർ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു സ്പെസിഫിക് മോളിക്യൂളിൽ നൈട്രജന്റെ ലോൺ പെയർ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. സ്പെഷ്യൽ കേസ് അല്ലേ? യെസ്, യൂഷ്വലി നമ്മൾ പിരിഡിൻ ലൈക്ക് sp3 എന്ന് പറയുമ്പോൾ പിരിഡിൻ കേസിൽ ഈ ഒരു കേസിൽ ഈ ഒരു നൈട്രജനെയാണ് നമ്മൾ പിരിഡിൻ ലൈക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു നൈട്രജൻ ലോൺ പെയർ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നു, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഈ കേസ് വരുന്ന സമയത്ത് ഇവണ്ടോ അത് sp3 ആണെങ്കിൽ കൂടെ ആ ഒരു ലോൺ പെയർ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു മോളിക്യൂൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൻ അടുത്തൊരു ചോദ്യം 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്പീഷീസ് ഈസ് അല്ലെങ്കിൽ ആർ അരോമാറ്റിക്. ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം എ നോക്കൂ. എ അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ? സൈക്ലിക് സിസ്റ്റം ആണ്, പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, ഇലക്ട്രോണിന് കോൺജുഗേഷൻ നടത്താൻ പറ്റും. ദെൻ നൈട്രജനിൽ ഇവിടെ ലോൺ പെയർ ഒന്നുമില്ല, പോസിറ്റീവ് ചാർജ് ആണല്ലോ. സോ 2, 4, 6 പൈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. 6 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അത് 4n+2 സിസ്റ്റത്തിലാണ് വരിക. അപ്പൊ 4n+2 സിസ്റ്റത്തിൽ വരുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും, എ എന്ന് പറയുന്നത് അരോമാറ്റിക് ആണ്. ഇത് നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പൊ ഏതൊക്കെയാണ് അരോമാറ്റിക് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം എ അരോമാറ്റിക് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നോക്കൂ നിങ്ങൾ, 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ബാക്കിയുള്ളത്, ഓൺലി എ അല്ലെങ്കിൽ ഓൺലി എ ആൻഡ് ബി. ഓക്കെ, സി നമുക്കിനി നോക്കുക വേണ്ട, എളുപ്പമായില്ലേ. ഇനി ബി പറയുന്നത്, ബി മോളിക്യൂള് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ എന്ന് പറയും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൾഫറിൽ എന്തുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ലോൺ പെയേഴ്സ് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ 2, 4, 6, 8 ദെൻ ഒരു ലോൺ പെയർ കൂടെ വരുമ്പോൾ 10 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 10 പൈ ഇലക്ട്രോൺസ്. 10 പൈ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് 4n+2 സിസ്റ്റം അല്ലേ, 4, 2, 8, 2, 10. സോ ഇതും എന്താണ്, അരോമാറ്റിക് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത്. ഇതില് സൾഫറിൽ 2 ലോൺ പെയർ ഇല്ലേ? 2 ലോൺ പെയർ ഉണ്ട്. ഒരു ലോൺ പെയർ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, മറ്റേ ലോൺ പെയർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് വരുന്നത്. അപ്പൊ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലോൺ പെയർ വരുന്ന കേസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഇപ്പോ സൾഫറിന്റെ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ ഓക്സിജൻ വരുന്ന സമയത്ത് ഓക്സിജനും സിമിലർ കേസാ വരിക.
ഓക്സിജനിൽ 2 ലോൺ പെയർസ് ഉണ്ട്. അപ്പൊ ആ 2 ലോൺ പെയർസിൽ ഒരു പെയർ മാത്രമേ എവിടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. മറ്റേത് ഡീലോക്കലൈസേഷനിൽ വരില്ല. ഒന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ഒരു കേസ്. പിന്നെ ഇതേപോലെ സൾഫറിന്റെ ഒരു കേസ്. ഇനി നൈട്രജൻ വരുന്ന സമയത്ത്, നൈട്രജന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പിരിഡിൻ ലൈക്ക് നൈട്രജൻ ആണെങ്കിൽ, ലൈക്ക് നേരത്തെ കാണിച്ചില്ലേ അതേപോലെ ഈ ഒരു ടൈപ്പ് നൈട്രജൻ ആണ് ഉള്ളതെങ്കിൽ ഇതിനെയാണ് നമ്മൾ പിരിഡിൻ ലൈക്ക് നൈട്രജൻ എന്ന് പറയാം. അപ്പൊ പിരിഡിൻ ലൈക്ക് നൈട്രജൻ ആണെങ്കിൽ ഇതിന്റെ ലോൺ പെയർ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഒരു കാര്യം. പക്ഷേ ലെറ്റ്സ് സേ പിറോൾ ലൈക്ക് നൈട്രജൻ, ഈ ഒരു ടൈപ്പ് നൈട്രജൻ ആണെങ്കിൽ ഈ ഒരു ലോൺ പെയർ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് നൈട്രജനിൽ ഈ 2 വെറൈറ്റിയാണ് വരിക. ഒന്നുകിൽ അത് പിരിഡിൻ ലൈക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പിറോൾ ലൈക്ക് ആയിരിക്കും. സോ പെറോൾ ആണെങ്കിൽ അത് ഡീലോക്കലൈസേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പിരിഡിനിലാണെങ്കിൽ ഡീലോക്കലൈസേഷൻ ഉണ്ടാവില്ല. ഇനി ഇതേപോലെ തന്നെയാണ് ഫ്യൂറാന്റെ ഇതൊക്കെ കേസസ് വരുന്നത്. ഇവിടെ ഓക്സിജനിൽ 2 പെയറുണ്ട്, ലോൺ പെയർ ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഏതാണ് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഏതാണ് പങ്കെടുക്കാത്തത് എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ബേസ്ഡ് ഓൺ ഹക്കൽസ് റൂൾ. ഏത് ആരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ, ഇവിടെ ഒരു സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഹോമോ അരോമാറ്റിക് എന്നും കൂടെ ഉള്ളത്. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇത് സൈക്ലിക് സിസ്റ്റം ആണ്, അതിൽ നമുക്കൊരു സംശയവുമില്ല. സൈക്ലിക് ആണ്, ദെൻ പ്ലേനാർ സിസ്റ്റം ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സൈക്ലിക് പ്ലേനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, 4n+2 ആണോ 4n ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. രണ്ട്, 4, 6, 8, 10, ദെൻ ഓക്സിജന്റെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ടോട്ടൽ നമുക്ക് 12 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, 12 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സമയത്ത് അതെന്തായിരിക്കും, 4n സിസ്റ്റം ആണ് വരിക. 4 × 3 12, 4n സിസ്റ്റത്തിലാണ് വരിക. 4n സിസ്റ്റം ആണെങ്കിൽ ആന്റി അരോമാറ്റിക് ആയിരിക്കും. ഓർക്കുക, ബോറോണിൽ ലോൺ പെയേഴ്സ് ഒന്നും ഇല്ല, പകരം വേക്കന്റ് ഓർബിറ്റൽ ആണുള്ളത്. നൈട്രജനിൽ വരുന്ന സമയത്ത് ഒരു ലോൺ പെയർ ഉണ്ട്, പക്ഷെ അത് പിറോൾ ലൈക്ക് നൈട്രജനിൽ മാത്രമേ വരൂ. ഇവിടെ നമുക്ക് ഇത് എന്താണ്, പിരിഡിൻ ലൈക്ക് നൈട്രജൻ ആണ്. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പിരിഡിൻ നൈട്രജൻ ആണ്. സോ അതിന്റെ ലോൺ പെയർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദെൻ ഓക്സിജൻ വരുന്ന സമയത്ത് ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്, പക്ഷെ ഒരെണ്ണം മാത്രമേ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ നമുക്ക് 12 പൈ ഇലക്ട്രോൺസ് വന്നു. സോ ഈ ഒരു മോളിക്യൂൾ എന്താണ്, ആന്റി അരോമാറ്റിക് ആയിട്ടുള്ളതാണ്.
ക്ലിയർ ആണോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? അരോമാറ്റിക് എന്താന്ന് പറഞ്ഞു, ആന്റി അരോമാറ്റിക് എന്താന്ന് പറഞ്ഞു, നോൺ അരോമാറ്റിക്, ദെൻ അതില് മൈനർ ആയിട്ട് വരുന്ന ഹോമോ അരോമാറ്റിക് ഉണ്ട്, ക്വാസി അരോമാറ്റിക് ഉണ്ട്. ക്വാസി അരോമാറ്റിക്കിന്റെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്, അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ചില ഇതിൽ അപ്ലിക്കേഷൻ ലെവലിലും ചോദിക്കാറുണ്ട്, ലൈക്ക് അസിഡിറ്റി വെച്ചിട്ട് pK വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അതിന്റെ കുറെ കൂടെയുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് എടുത്ത കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പഠിക്കാൻ വളരെ കുറച്ചുള്ളൂ. തിയറി നമ്മൾ ഇന്ന് പറഞ്ഞ അത്രേ ഇതിന്റെ ഒരു തിയറി വരുന്നുള്ളൂ. പിന്നെ അതിന് കുറച്ചൊരു അപ്ലിക്കേഷനും കൂടെ ഉണ്ട്, ഒരു ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് തീർക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ വലിയ മോളിക്യൂൾസ് ഒക്കെ തന്നിട്ട് നമുക്ക് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് വരാം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പോർഷനിൽ നമുക്ക് പിന്നെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മളിപ്പോ അരോമാറ്റസിറ്റിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും അത് അറ്റംപ്റ്റ് ചെയ്യാണ്ട് വിടില്ല. എന്താണെങ്കിലും നമ്മൾ പോയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യും. ഇതൊക്കെ ഞാൻ പഠിച്ചതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും തരാം. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ.